ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഷവർമ്മ എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാമെന്ന്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സ്റ്റൈൽ അല്ലെങ്കിലും പുറത്ത് നല്ല അടിപൊളി സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ഷവർമ്മ ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ബോൺലെസ് പീസസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ സോയാ സോസ് ആവശ്യത്തിനുള്ള ഏകദേശം 1 ടീസ്പൂണൊക്കെ വരും കേട്ടോ. 1 ടീസ്പൂൺ സോയാ സോസ് കഴുകി വൃത്തിയാക്കി ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. സോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇതിൽ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞാനല്ലല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനത് പറയുന്നത് മാത്രമാണ്, കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് മാത്രം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസസിൻ്റെ അത്ര ഇരിക്കും നമ്മളെ എന്താ പറയുന്നത് പൊടിയും കാര്യങ്ങളൊക്കെ ഇടേണ്ടത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ഞങ്ങൾ അളവ് പറയുകയാണെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ബോൺലെസ് പീസ് ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് നമുക്ക് ഇഷ്ടം പോലെ ഇടാം. കാരണം ഇത് വലിയ ഒരു ചുവന്ന കളറാക്കിയിട്ട് എടുക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് ഓൾ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ് ഷവർമ്മ ചുവപ്പ് കളറല്ലേ ഉണ്ടാകുന്നത്, അപ്പോൾ അങ്ങനെ ചുവപ്പ് കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് മുളക് പൊടി ഇടാറുണ്ട്. അങ്ങനെ കുറച്ച് കളറാകാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ 1/4 ടീസ്പൂൺ അതിൻ്റെ ഇടയിൽ വരുന്നൊരു സംഭവമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ട് ഇതിലേക്ക് പിടിപ്പിച്ച് ചിക്കനൊക്കെ പിടിപ്പിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് തീമ. അതിലേക്ക് എണ്ണ ചൂടായി വന്നില്ല കേട്ടോ. ചൂടായി വരുമ്പോഴാണ് സാധാരണ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാറ്. സോ അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടൊക്കെ ഇട്ട് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ രാത്രിയിലൊരു ക്രേവിങ്സ് ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബട്ട് ഒന്നും നടക്കുന്നില്ല ഗൈസ്. സോ എന്തായിട്ടും ലാസ്റ്റ് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു ഏകദേശം എനിക്ക് തോന്നുന്നു 11 മണി ടൈം ആയിട്ടുണ്ടാവും. അതിനായിട്ട് കളക്കുമ്പോൾ ഇത് തെറിക്കുന്നു. അങ്ങനെ ഇതവിടെ ചിക്കനൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷവർമ്മയിലോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഒഴുകി ഏതൊക്കെയോ വഴിയിലൂടെ പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം തന്നെ വറ്റിച്ചെടുക്കാം. ഷോപ്പിൽ കിട്ടുന്ന ഷവർമ്മൻ്റെ ഒരു ടേസ്റ്റ് വരില്ലെങ്കിലും നമുക്ക് അതിനൊക്കെ ആക്കിയിട്ട് എത്തണല്ലോടാ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഷോപ്പിലൊക്കെ ആണെങ്കിൽ മായവും അതൊക്കെ ചേർക്കുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ കഴിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. കുഞ്ഞുമക്കൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യാൻ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. സോ നമ്മൾ എന്താക്കുക, നല്ലോണം തന്നെ കണ്ടില്ലേ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കാണുന്നില്ലേ, അവർ നല്ല ഡ്രൈ ആയിട്ടില്ല അവരെ ചിക്കനൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതും ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയാണ് നമ്മൾ സംഭവം ഉണ്ടാക്കാനുള്ള എന്താ പറയുന്നത് ഇൻഗ്രീഡിയൻസ്. മയോണൈസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. കുബൂസ് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ങനത്തെ കുബൂസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൊരിച്ച് വെച്ച ചിക്കനും അതുപോലെ തന്നെ ക്യാബേജ് കുരുകുനാന്ന് വരുന്നത്. അതിലോട്ടേക്ക് ഒരു ഉള്ളിയും ഒരു പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ഉപകാരപ്പെടും. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോവാന്ന്. ആദ്യം തന്നെ പാത്രമൊക്കെ ഇങ്ങോട്ടേക്ക് വെച്ചു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. ബട്ട് ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ എല്ലാം ടേസ്റ്റൊക്കെ മുന്നിൽ നിൽക്കൂടാ. അങ്ങനെ ഇത് അതിലേക്ക് കൈയിട്ട് കുഴക്കുന്നൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം, എന്നാലായിരിക്കും ടേസ്റ്റ് കൂടുന്നത് എനിക്ക് തോന്നുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ കേബേജൊക്കെ. അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു പോലെ നിൽക്കും. കേബേജൊക്കെ മുന്നിൽ നിന്ന പോലെ നിൽക്കും. ഓള് പറഞ്ഞ അപ്പോൾ എൻ്റെ സിസ്റ്റർ പറഞ്ഞ് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതങ്ങനെയാണൊക്കെ പുറത്തേക്ക്, അതായത് ഗൾഫിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. വേറെ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സോ ഞാൻ പറഞ്ഞ് വേണ്ട, എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളും എല്ലാം മിക്സ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ ഈ എന്താ പറയുന്നതിനെ ബട്ടർ പേപ്പറാണ് കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കുബൂസ് മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് സോസ് നമ്മൾ ഏത് സോസ് ആയിക്കോട്ടെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കാം. സോ ഓരോരുത്തർക്ക് ഇടുന്ന സോസ് മേടിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റ് ആയിട്ട് അത് ചാടാനൊക്കെ ആളുണ്ട്. അപ്പോൾ നോക്കി വാങ്ങലാന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ
മസാല ഇനി മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകദേശം കഴിച്ച് ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട്, കാരണം ഇവിടെ 5 അത്ര പീസേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം മസാല കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നിൽ തന്നെ നല്ല ഫില്ലായിട്ട് തന്നെ മസാല നിറച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് സംഭവം. ഇനിയിപ്പോൾ നമ്മൾ മസാലയൊക്കെ വെച്ച് അതിലോട്ടേക്ക് മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ കൂടിയിട്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ 2 സൈഡും ഒന്ന് മടക്കിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മടക്കാൻ അറിഞ്ഞുകൂടാ, ബട്ട് നമുക്ക് തന്നെ അല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലടാ. എന്നിട്ട് നല്ലോണം തന്നെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുള്ളത്, ബട്ട് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ബട്ട് ടേസ്റ്റ് വൈസ് നല്ലതാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് നമുക്കിതിങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് തീരെ കാത്തിരിപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കുകയാണേ. നല്ല എന്താ പറയുന്ന റാപ്പൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ വീഴുന്നുണ്ട്. കുറച്ച് ഞാൻ പറഞ്ഞു അധികം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബൈറ്റ് എടുത്ത് ഗൈസ് ഒന്നും പറയാനില്ല എൻ്റെ പെൺമക്കളെ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ആ ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ തന്നെ ആ ഒരു ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി തന്നെയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാ.